വൃന്ദാവനത്തിലെ നദീതീരത്ത് ഒരു സന്ധ്യ. വെള്ളത്തിൽ ആകാശത്തിന്റെ നിറങ്ങൾ പതുങ്ങി. കാറ്റ് പൂക്കളുടെ സുഗന്ധം കൊണ്ടുവന്നു. കൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുമ്പോൾ അവന്റെ സംഗീതം നദീതീരമൊട്ടാകെ മൃദുവായി പടർന്നു. അവിടേക്ക് രാധയെത്തി. രാധ ചോദിച്ചു, നിന്റെ സംഗീതത്തിൽ ഒരു നിശബ്ദതയുണ്ട്. അതെന്തിനാണ്? കൃഷ്ണൻ പുഞ്ചിരിച്ചു. ചില വികാരങ്ങൾ ശബ്ദമില്ലാതെ പറയുമ്പോഴാണ് അവ കൂടുതൽ സത്യമായിരിക്കുക. നദിക്കരയിലെ ഒരു കല്ലിന്മേലിരുന്ന് ഇരുവരും വെള്ളത്തിന്റെ ഒഴുക്കിനെ നോക്കി. ഒന്നും പറയാതെ, പക്ഷേ എല്ലാം മനസ്സിലാക്കിയ പോലെ. കാറ്റിൽ രാധയുടെ മുടിയിലെ പൂക്കൾ അല്പം കുലുങ്ങി. കൃഷ്ണൻ അത് വീഴാതിരിക്കാൻ നിശബ്ദമായി കൈനീട്ടി. ആ സ്പർശത്തിൽ ബഹുമാനം മാത്രം. സ്നേഹം ശാന്തമായി പുഞ്ചിരിച്ചു. എനിക്ക് ഭയമുണ്ടാകുമ്പോൾ, രാധ പറഞ്ഞു, നിന്റെ സംഗീതം കേട്ടാൽ മനസ്സ് ശാന്തമാകുന്നു. കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് ആശങ്ക വരുമ്പോൾ നിന്റെ നിശബ്ദ സാന്നിധ്യം തന്നെയാണ് ആശ്വാസം. സൂര്യൻ അസ്തമിക്കുമ്പോൾ നദീതീരത്തൊരു മൃദുവായ വെളിച്ചം മാത്രം ബാക്കി. അന്നവർ വാക്കുകളില്ലാതെ ഒരു വാഗ്ദാനം ചെയ്തു, എപ്പോഴും പരസ്പരം കരുതലോടെ കാണാം.